ദർശനം സാധ്യമാകുന്നതോടുകൂടി ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. ഓരോ വർഷത്തെയും കാത്തിരിപ്പിന്റെ ആ പുണ്യ നിമിഷങ്ങൾ ഉണ്ടാകും. ആ വിശിഷ്ടപ്പെട്ട മുഹൂർത്തത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് 18-ാം പടി കയറി കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം കാത്തുനിന്ന ഭക്തജനങ്ങൾക്ക് 18-ാം പടി കയറി ഭഗവാനെ ദർശിക്കുന്നതിനുള്ള അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള കാത്തിരിക്കുന്നതിനുള്ള മണിക്കൂറുകളാണ് ചാർത്തി അയ്യപ്പ ഭഗവാനെ ദർശിക്കുന്നതിനുള്ള സമയമാണ് ഈ ഉള്ളത്. ഇപ്പോൾ വളരെ 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 ഭക്തിയുടെ കാര്യം ഭക്തി മാത്രം ലയിച്ചു ചേർന്ന ശരണാഗതികൾ മാത്രം ശരണാഗതികൾ മാത്രം ലയിച്ചു ചേർന്ന ഭക്തി നിർഭരമായ 18-ാം പടിക്ക് ഘോഷയാത്ര എത്തിയിരിക്കുന്നു. ആ തങ്കയങ്കി എത്തിയിരിക്കുന്നു. ഘോഷയാത്ര 18-ാം പടിക്ക് തങ്കയങ്കി ഘോഷയാത്ര എത്തിയിരിക്കുന്നു. പന്തളത്ത് നിന്നുള്ള സംഘമാണ് ഈ തങ്കയങ്കി ഘോഷയാത്രയും വഹിച്ചുകൊണ്ട് ഈ 18-ാം പടി കയറുന്നത്. ഈ തിരുവാഭരണ ഘോഷയാത്ര എടുക്കുന്ന അതേ സംഘം തന്നെയാണ് തങ്കയങ്കി ഘോഷയാത്രയും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നത്. തലച്ചുമടായി കൊണ്ടുവരുന്നു. ആ സംഘമാണ് ഇപ്പോൾ ഈ 18-ാം പടി കയറി കൊണ്ടിരിക്കുന്നത്. ഈ 18-ാം എൻ വാസവൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെ സംഘം ഇവിടെ കാത്തിരിക്കുന്നു. തമിഴ്നാട് ദേവസ്വം മന്ത്രി ശേഖർ ബാബു ഉൾപ്പെടെയുള്ളവരും ഉണ്ട്. എന്തായാലും നമുക്ക് വരാനുള്ള അനുമതി തന്നെ ഇനി ദീപാരാധന ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള വലിയ കാത്തിരിപ്പിലാണ് ഈ ശബരിമല സന്നിധാനത്തിന് ചുറ്റും നിൽക്കുന്ന ഓരോ ഭക്തരും ഉള്ളത്. ആര്യ